Hi everyone. So starting today, നമ്മൾ നെറ്റിൻ്റെ സെറ്റിൻ്റെയൊക്കെ MCQ ക്വസ്റ്റ്യൻസ് ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒരു സീരീസ് മാനറിലായിരിക്കും പോകുന്നത്. സോ വെൽക്കം ടു മല്ലു ബയോടെക്. സോ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ബയോമോളിക്യൂൾസ് ആൻഡ് മെറ്റബോളിസം. സോ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ആദ്യം നോക്കുന്നത് അമിനോ ആസിഡ്സിനെയും പെപ്റ്റൈഡ്സിനെയും കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ആദ്യ ചോദ്യത്തിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആർ കറക്റ്റ്? സോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇത് ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലൈസിൻ ഹാസ് ബ്യൂട്ടൈൽ അമോണിയം സൈഡ് ചെയിൻ. ശരിയാണോ അത്? ലൈസിന് ബ്യൂട്ടൈൽ അമോണിയം സൈഡ് ചെയിൻ ആണോ ഉള്ളത്? പിന്നെ അത് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ആവറേജ് മാസ് ഓഫ് ആൻ അമിനോ ആസിഡ് റെസിഡ്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 110 ഡാൽട്ടൺ ആണ്. യൂണിവേഴ്സൽ ജനറ്റിക് കോഡ് സ്പെസിഫൈസ് ഓൺലി സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ്. പ്രോളിൻ ഹാസ് എ സെക്കൻഡറി അമിനോ ഗ്രൂപ്പ്. സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സാണ് ശരി? നമുക്ക് ആദ്യം എൻ്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ നോക്കാം. സോ ലൈസിൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലൈസിന് ഒരു ബ്യൂട്ടൈൽ അമോണിയം സൈഡ് ചെയിൻ ആണുള്ളത്. സോ ബ്യൂട്ടൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. സോ ലൈസിൻ്റെ സ്ട്രക്ചർ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയേ, സൈഡ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 1, 2, 3 and 4. സോ 4 കാർബൺ ഉണ്ട്, വിച്ച് സജസ്റ്റ് ദാറ്റ് അതൊരു ബ്യൂട്ടൈൽ. പിന്നെ നോക്കിയ ഒരു പ്രോട്ടോണേറ്റഡ് ആയിട്ടുള്ള ഒരു അമോണിയം തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതൊരു ബ്യൂട്ടൈൽ അമോണിയം സൈഡ് ചെയിൻ തന്നെയാണ് ആർക്കുള്ളത്? ലൈസിനുള്ളത്. സോ ഇവിടെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിളോട് പഠിക്കാം, ഗ്ലൂട്ടാമിൻ. സോ ഗ്ലൂട്ടാമിൻ നോക്കിയാൽ അതിൻ്റെ സൈഡ് ചെയിൻ എത്ര കാർബൺസ് ഉണ്ട്? 1, 2, 3, വിച്ച് സജസ്റ്റ് ദാറ്റ് അവരെന്തായിരിക്കും? പ്രൊപ്പൈൽ ഗ്രൂപ്പിൽ വരുന്നതാണ് അല്ലേ? 4 കാർബൺ ആണ്. സോ അതിന് നമുക്ക് ഇവിടെ ഒരു അമൈഡ് ടെർമിനലും കൂടെ ഉള്ളത് കൊണ്ട് നമുക്കതിനെ പ്രോപ്പിയോൺ അമൈഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു ഗ്ലൂട്ടാമിൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ലൈസിൻ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടൈൽ അമോണിയം സൈഡ് ചെയിൻ ഉള്ള ആളാണ് ലൈസിൻ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ പി ഈസ് റൈറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ആവറേജ് മാസ് ഓഫ് ആൻ അമിനോ ആസിഡ് റെസിഡ്യൂ അത് അപ്രോക്സിമേറ്റ്ലി 110 ഡാൽട്ടൺ ആണോ? ഡാൽട്ടൺ ആണ്. 110 ഡാൽട്ടൺ ആണ് എന്തെന്ന് പറയുന്നത്? ആവറേജ് മാസ്. ഓക്കെ, അമിനോ ആസിഡ്സിൻ്റെ ആവറേജ് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 110 ഡാൽട്ടൺ ആണ്. ഇനി യൂണിവേഴ്സൽ ജനറ്റിക് കോഡ് സ്പെസിഫൈസ് ഓൺലി സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ്. അത് ശരിയാണോ? അത് ശരിയാണ് ആക്ച്വലി. ആൻഡ് അതുപോലെ പ്രോളീൻ എന്ത് തന്നെയാണുള്ളത്? ഒരു സെക്കൻഡറി അമിനോ ഗ്രൂപ്പാണ് അവിടെ വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് PQRS. 4 ഓപ്ഷൻസും ശരിയാണ്. ഇനി നമുക്ക് ആ യൂണിവേഴ്സൽ ജനറ്റിക് കോഡിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സോ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് 20 അമിനോ ആസിഡ്സ് ആണ് മെയിനായിട്ട് നമ്മുടെ ജനറ്റിക് കോഡ് സ്പെസിഫൈ ചെയ്യുന്നത്. 20 അമിനോ ആസിഡ്സുകളെയാണ്. അതിൽ ആ 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന 64 കോഡോൺസ് ഉണ്ട്. നമ്മുടെ ന്യൂക്ലിയോടൈഡിൻ്റെ ട്രിപ്ലെറ്റ്സ് ആയിട്ടാണ് നമ്മൾ അതിന് നോക്കുക. സോ അതിൽ 64 കോഡോൺസ് ഉണ്ട്. ഈ 64 കോഡോൺസിൽ 3 എണ്ണം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോപ്പ് കോഡോൺസ് ആണ്. നിങ്ങൾക്ക് സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ 3 സ്റ്റോപ്പ് കോഡോൺസ് ആണ് ഉള്ളത്. ആൻഡ് ബാക്കി വരുന്ന 61 കോഡോൺസ് ആണ് എന്തിനെ കോഡ് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നത്. സോ യൂണിവേഴ്സൽ ജനറ്റിക് കോഡ് എന്തിനെ മാത്രമേ അപ്പോൾ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ? നമ്മുടെ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിനെ മാത്രമാണ് അവർ കോഡ് ചെയ്യുന്നത്. മെത്തിയോണിൻ, ട്രിപ്റ്റോഫൻ, തൈറോസിൻ ഇങ്ങനെയുള്ള 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിനാണ് അവർ എന്ത് ചെയ്യുന്നത്? കോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് പ്രോളിനൊരു സെക്കൻഡറി അമിനോ ഗ്രൂപ്പ് ആണോ? നമുക്ക് ഇനി ഫർദർ ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് പ്രോളിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഓക്കെ, സോ മൂവിങ് ഓൺ, നമ്മളൊരു അമിനോ ആസിഡിനെ കുറിച്ചാണ് പഠിച്ചത്. സോ അറൗണ്ട് ഒരു 300 അമിനോ ആസിഡ്സ് നമ്മുടെ നേച്ചറിൽ ഇപ്പോൾ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. അതിൽ 20 എണ്ണമാണ് നമ്മുടെ മെമേലിയൻ പ്രോട്ടീൻസിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന. ഇത്ര മാത്രമേ ഉള്ളൂ. 20 എണ്ണമാണ് നമ്മുടെ മെമേലിയൻ പ്രോട്ടീൻസിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇനി പ്രോളിൻ ഒഴികെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോളിൻ ഒരു എക്സെപ്ഷണൽ കേസാണ്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നോർമലി അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ എന്ത് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും? ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. പിന്നെ അവർക്കൊരു പ്രൈമറി അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരു സൈഡ് ചെയിൻ ഉണ്ടായിരിക്കും. അതാണ് ഈ ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഒരു NCC ഓർത്തിക്ക് NCC, അതിൽ ലാസ്റ്റ് C എന്ന് പറയുന്നത് കാർബോക്സിൽ ഗ്രൂപ്പ്. ആൻഡ് അടുത്ത് ഫസ്റ്റ് N ടെർമിനൽ വരുമ്പോഴത്തേന് അമിനോ ഗ്രൂപ്പ്. ആൻഡ് ലാസ്റ്റ് ഒരു RH ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഈ R ഗ്രൂപ്പിലാണ് നമ്മുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പാണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്? ഓരോ അമിനോ ആസിഡിൻ്റെയും വേരിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ അമിനോ ആസിഡിൻ്റെ ഫംഗ്ഷനൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു R ഗ്രൂപ്പാണ്. ഓക്കെ, സോ നമ്മുടെ ഫിസിയോളജിക്കൽ pH നോക്കുകയാണെങ്കിൽ, അതായത് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ബോഡി pH ആണ് 7.4. ആ ഒരു റേഞ്ച് നോക്കുന്ന സമയത്ത് കാർബോക്സിൽ എന്ന് പറയുന്നത് COO- ആയിട്ടും അമിനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് NH3+ ആയിട്ട്, അതായത് പ്രോട്ടോണേറ്റഡ് സ്റ്റേറ്റുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, സോ പ്രോട്ടീൻസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അമിനോ ഗ്രൂപ്പും അതുപോലെ തന്നെ ഈ കാർബോക്സിൽ ഗ്രൂപ്പുകളും രണ്ടുപേരും കൂടി പെപ്റ്റൈഡ് ബോണ്ടുകളാണ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പ്രോട്ടീൻസ് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ട്സ് ആയിരിക്കും. സോ അമിനോ ഗ്രൂപ്പും അതുപോലെ കാർബോക്സിൽ ഗ്രൂപ്പും ഫോം ചെയ്യുന്ന എന്തായിരിക്കും? പെപ്റ്റൈഡ് ഗ്രൂപ്പുകളായിരിക്കും. ആൻഡ് സൈഡ് ചെയിനുകളാണ് നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഈ സൈഡ് ചെയിൻ R ഗ്രൂപ്പാണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്? ആ ഒരു അമിനോ ആസിഡിൻ്റെ ഫംഗ്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ. ഓക്കെ, ഇനി ഈ സൈഡ് ചെയിൻ്റെ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അമിനോ ആസിഡ്സിനെ എന്തായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. നോൺ പോളാർ എന്നും പോളാർ ഗ്രൂപ്പ് എന്നും നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നോൺ പോളാർ എന്ന് പറയുമ്പോഴത്തേന് അവർക്ക് എന്തായിരിക്കും? ഈവൻ ആയിട്ടുള്ള ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ചാർജുകൾ അങ്ങനെ ഉണ്ടാകത്തില്ല, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതേസമയത്ത് പോളാർ എന്ന് പറയുമ്പോൾ അവർക്ക് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ആസിഡും ബേസും വരും, പോസിറ്റീവും നെഗറ്റീവ് ചാർജസും വരും. അതാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇതൊരു ജനറൽ സ്ട്രക്ചറാണ്, നമ്മുടെ അമിനോ ആസിഡിൻ്റെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയാം. ഈ ഒരു സ്ട്രക്ചറാണ് ജനറലി എല്ലാവർക്കും ഉള്ളത്. പ്രോളിൻ്റെ കേസ് വരുന്ന സമയത്ത്
നേരത്തെ പറഞ്ഞു നമ്മൾ പ്രോലീനിൽ എന്താണുള്ളത്, ഒരു സെക്കൻഡറി അമിനോ ഗ്രൂപ്പാണുള്ളത് അല്ലേ. ഇവിടെ എല്ലായിടത്തും പ്രൈമറി അമിനോ ഗ്രൂപ്പാണുള്ളത്. സോ പ്രോലിൻ്റെ കേസിൽ വരുമ്പോൾ മാത്രമാണ് ഒരു സെക്കൻഡറി അമിനോ ഗ്രൂപ്പ് വരിക. പ്ലസ് അതിനോടൊപ്പം ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ ഒരു ലീനിയർ സ്ട്രക്ചറിൽ വരുന്നുണ്ട്. ആൻഡ് പ്രോലിൻ്റെ കേസിലാണ് അവർക്ക് ഈ ഒരു അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും കൂടി ഒരു സൈക്ലിക് മാനറിലോട്ട് വരാം. ഇത്ര അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ 20 അമിനോ ആസിഡ്സ്. അതിലാദ്യം വരുന്നതാണ് ഗ്ലൈസിൻ. ഗ്ലൈസിൻ എന്ന് പറയുമ്പോൾ സിമ്പിളസ്റ്റ് സ്ട്രക്ചറാണ്. അവർ ആർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ സ്ട്രക്ചറാണ് ഗ്ലൈസിൻ. രണ്ടാമത് വരുന്ന വാലിൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ, പ്രൊലീൻ, മെത്തിയോണിൻ, ഫീനൽ അലൈൻ, ട്രിപ്റ്റോഫൻ. സോ പ്രോലീൻ്റെ സ്ട്രക്ചർ നോക്കി, പ്രോലീനിന് മാത്രമേ ഉള്ളൂ ഒരു സെക്കൻഡറി അമിനോ ഗ്രൂപ്പ്. ബാക്കി എല്ലാവർക്കും പ്രൈമറി ആയിട്ടുള്ള ഒരു അമോണിയം ഗ്രൂപ്പാണ് അമിനോ ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ, ഇവിടെ എല്ലായിടത്തും പ്രൈമറി സ്ട്രക്ചറാണ് വരുന്നത്. ഇവിടെ മാത്രമാണ് എന്ത് വരുന്നത്, ഒരു സെക്കൻഡറി അമിനോ ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, ആൻഡ് പ്രോലീനിന് മാത്രമാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉള്ളത്. ബാക്കിയുള്ളവർക്ക് സൈഡ് ചെയിൻ, എന്താ പറയുക, സബ്സിഡറി സൈഡ് ചെയിനുകളാണ് ഉള്ളത്. പക്ഷേ ഇവർക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സൈക്ലിക് മാനർ വരുന്നത്. ഓക്കെ, സോ പിന്നെ വരുന്ന ആൾക്കാരാണ്. സോ അൺചാർജ്ഡ് ആയിട്ടുള്ള പോളാർ സൈഡ് ചെയിൻ വരുന്ന അമിനോ ആസിഡ്സിൽ വരുന്നതാണ് സെറീൻ, ത്രിയോണിൻ, സിസ്റ്റീൻ, ആസ്പരാജിൻ, ഗ്ലൂട്ടാമിൻ, തൈറോസിൻ. സോ നമുക്ക് ഇതിൻ്റെ വേണമെങ്കിൽ കോഡ് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഞാൻ ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ വരുന്നതാണ് അമിനോ ആസിഡ് ചാർജ്ഡ് പോളാർ സൈഡ് ചെയിൻ. ഓക്കെ, PH2 തന്നെ ചാർജ്ഡ് വരുന്നത്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതിൽ പോസിറ്റീവ്ലി ചാർജ്ഡിൽ വരുന്നതാണ് ലൈസീൻ, ആസ്പരാജിൻ, ഹിസ്റ്റഡീൻ. നമ്മൾ ലൈസീൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു ബ്യൂട്ടൈൽ അമോണിയം കോമ്പൗണ്ട് ആണ്. സോ സൈഡ് ചെയിൻ വരുന്ന ആളാണ് ലൈസീൻ. സോ പോസിറ്റീവ് ചാർജ് വരുന്ന ആർ ഗ്രൂപ്പുള്ള അമിനോ ആസിഡ്സ് ആണ് ലൈസീൻ, ആസ്പരാജിൻ, ഹിസ്റ്റഡീൻ, 3 പേര്. നെഗറ്റീവ് ചാർജ് വരുന്ന 2 പേരേ ഉള്ളൂ, അസ്പർട്ടേറ്റ്, ഗ്ലൂട്ടാമേറ്റ്. സിമ്പിൾ അല്ലേ. സോ ഇത്രയാണ് നമ്മുടെ ജനറൽ 20 അമിനോ ആസിഡ്സ്. നമ്മൾ 20 അമിനോ ആസിഡ്സ് ഇവർ ഇത്രയും പേരാണ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ പോളാറും നോൺ പോളാർ കോമ്പിനേഷൻ വെച്ചിട്ടാണ്. ഇനി നമ്മൾ പറയുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ കെമിക്കൽ നേച്ചർ, ആർ ഗ്രൂപ്പിൻ്റെ കെമിക്കൽ നേച്ചറിൻ്റെ ബേസിസിലാണ്. സോ നമ്മളിവിടെ ഫിഗർ നോക്കിയപ്പോൾ തന്നെ ഒരു ആലിഫാറ്റിക് ഗ്രൂപ്പ്, ആരോമാറ്റിക് ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ പറ്റി. അതിൽ ആലിഫാറ്റിക് ഗ്രൂപ്പിലെ എക്സാമ്പിൾസ് ആണ് ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, ലൂസിൻ. ഓക്കെ, ആരോമാറ്റിക് കോമ്പൗണ്ട്സ് വരുന്ന സമയത്ത് ആരോമാറ്റിക് നോക്കിയാൽ ഇതൊക്കെ ആരോമാറ്റിക് ഗ്രൂപ്പുകളാണ്, ഫീനൽ അലാനിൻ, ട്രിപ്റ്റോഫൻ, തൈറോസിൻ. ഇതൊക്കെ എന്താണ്, സോ ഇവർ 3 പേര് ആരോമാറ്റിക് കോമ്പൗണ്ട്സിൽ വരുന്നതാണ്. പിന്നെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളതാണ് സെറീനും ത്രയോണിനും. പിന്നെ കാർബോക്സിൽ ഗ്രൂപ്പ് വരുന്നത് അസ്പർട്ടേറ്റും ഗ്ലൂട്ടാമേറ്റും. സൾഫർ കണ്ടെയ്നിങ് ആയിട്ട് വരുന്നത് സിസ്റ്റീനും മെത്തിയോണിനും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സൾഫർ കണ്ടെയ്നിങ് എപ്പോഴും നമുക്ക് ചോദിച്ച് കാണുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് 2 ഉള്ളൂ, സിസ്റ്റീനും മെത്തിയോണിനും. ഇനി ഈ മെത്തിയോണിനാണ് നമ്മുടെ സ്റ്റാർട്ട് കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യുക. ആ കോഡ് അറിയാന്നുള്ളെങ്കിൽ, ആ ട്രിപ്ലറ്റ് കോഡ് അറിയാന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ വരുന്നത് അമിനോ ഗ്രൂപ്പാണ്. അമിനോ ഗ്രൂപ്പിൽ ലൈസീനും ആർജിനാണ് വരിക. ആൻഡ് അമൈഡ് ഗ്രൂപ്പിലാണ് ആസ്പരാജിനും ഗ്ലൂട്ടാമിനും വരുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മേജർ ആർ ഗ്രൂപ്പിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരൊറ്റ ഫിഗറാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിൽ നോൺ പോളാർ സൈഡ് ചെയിൻ ഉള്ളവരും പോളാർ സൈഡ് ചെയിൻ ഉള്ളവരുണ്ട്. നോൺ പോളാർ സൈഡ് ചെയിൻ ഉള്ളതാണ് ഗ്ലൈസിൻ, ട്രിപ്റ്റോഫൻ, അലാനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, പ്രൊലീൻ, മെത്തിയോണിൻ, ഫിനൽ അലാനിൻ. സോ ഇതൊരു മനപ്പാടമായിട്ട് പഠിച്ചാൽ എളുപ്പമാണ് നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, മറക്കത്തില്ല. അതിൽ ഗ്ലൈസിനാണ് ഏറ്റവും മോളിക്കുലർ വെയിറ്റ് ഏറ്റവും കുറവ് ഗ്ലൈസിനാണ്. കാരണം അവിടെ സൈഡ് ചെയിൻ എന്ത് മാത്രമേ ഉള്ളൂ, ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ട്രിപ്റ്റോഫാനാണ് ഹൈയസ്റ്റ് മോളിക്കുലർ വെയിറ്റ് ഉള്ളത്. കാരണം ട്രിപ്റ്റോഫാനാണ് വലിയൊരു ആരോമാറ്റിക് റിംഗ് സ്ട്രക്ചറൊക്കെ ഉള്ളത്. ഓക്കെ, പിന്നെ പോളാർ സൈഡ് ചെയിൻ വരുമ്പോഴത്തേന് അതിൽ നമ്മൾ പറഞ്ഞു ചാർജ് ആയിട്ടുള്ളവരുണ്ട്, അൺചാർജ് ആയിട്ടുള്ളവരുണ്ട്. അൺചാർജിൽ വരുന്ന 6 എക്സാമ്പിൾസ് ആണുള്ളത്: സെറീൻ, ത്രിയോണിൻ, സിസ്റ്റീൻ, ആസ്പരാജിൻ, ഗ്ലൂട്ടാമിൻ, തൈറോസിൻ. ഓക്കെ, ഇനി ചാർജിൽ വരുന്നതിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. പോസിറ്റീവ് ചാർജിലാണ് ലൈസിൻ, ഹിസ്റ്റഡിൻ, ആർജിനിൻ. ഏറ്റവും ബേസിക് ആണ് ആർജിനിൻ എന്ന് പറയുന്നത്. നമ്മുടെ ആൽക്കലൈൻ നേച്ചർ, ഭയങ്കര ആൽക്കലൈൻ നേച്ചർ കാണിക്കുന്ന ആളാണ് ആർജിനിൻ. ഓക്കെ, ആൻഡ് അതുപോലെ ഗ്ലൂട്ടാമേറ്റും അസ്പാർട്ടിക് ആസിഡ് എന്നൊക്കെ പറയില്ലേ. സോ അസിഡിക് കണ്ടന്റ് കൂടുതലാണ് അസ്പാർട്ടേറ്റിന്. സോ ചോദ്യത്തിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ? ഇവിടെ ശരിയല്ലാത്തത് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദ PI is the pH value at which a protein has overall charge of +1 or +1. At a pH value equal to PI, a protein will not move in electric field. An acidic protein will have a PI less than 7 and a basic protein will have a PI greater than 7. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഈ ഒരൊറ്റ ഫിഗർ നോക്കിയാൽ മാത്രം മതി. സോ ഇതെന്ന് പറയുന്നത് ആദ്യത്തെ, നമ്മുടെ PH ഭയങ്കര കുറവായിരിക്കുന്ന സമയത്ത്, നമുക്കറിയാം ആസിഡ്സിനാണ് PH കുറവ് അല്ലേ. സോ PH ഭയങ്കര കുറവായിരിക്കുന്ന സമയത്ത് അമിനോ ഗ്രൂപ്പ് പ്രോട്ടോണേറ്റഡ് ആയിരിക്കും. വിച്ച് സജസ്റ്റ് ദാറ്റ് അവിടെ എന്തായിരിക്കും, അവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഓവറോൾ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അതേ സമയത്ത് നോക്കിയാൽ നമുക്കറിയാം ബേസ് എന്ന് പറയുന്നത് PH വാല്യൂ ഭയങ്കര കൂടുതലാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് പറയുമ്പം എന്ത് സംഭവിക്കും, ഒരു ഡീപ്രോട്ടോണേറ്റഡ് ആയിട്ട് COO മൈനസ് ആയിട്ട് മാറും. ഇവിടുത്തെ H ആണ് ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ COO മൈനസ് ആയിട്ട് മാറുന്നു. ദെയർ ബൈ അവിടുത്തെ ഓവറോൾ ചാർജ് എന്തായിട്ട് മാറാണ്, -1 ആയിട്ട് മാറാണ്. ഓക്കെ, -1 ആയിട്ട് മാറാണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റേജിനെയാണ് നമ്മൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇന്റർമീഡിയറ്റ് PHനെയാണ് PI എന്ന് വിളിക്കുക, ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്വിറ്റർ അയൺ ഫോം എന്ന് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇവിടെ 2 പേരും ചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ അവർ നള്ളിഫൈ ചെയ്യും. ആൻഡ് ദെയർ ബൈ അവർ 0 നെറ്റ് ചാർജ് ആയിരിക്കും അവർക്കുണ്ടാവുക. ഈ ഒരു സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ചാർജ് ഇല്ലല്ലോ, 2 ചാർജ് കൂടി ക്യാൻസൽ ആയി പോവുകയാണ്. അതുകൊണ്ട് തന്നെ 0 ചാർജ് ആയതുകൊണ്ട്
പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ടോ നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ടോ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുകൂടി വായിച്ചേ. the PI is the pH value at which a protein has an overall charge of +1. PI വാല്യൂവിൽ +1 ആയിരിക്കും ചാർജ്, രണ്ടും കൂടി നള്ളിഫൈ ചെയ്യുന്നു. ദെയർബൈ അവരുടെ ചാർജ് എന്ന് പറയുന്നത് എന്ത് ചാർജ് ആയിരിക്കും, 0 ആയിരിക്കും നെറ്റ് ചാർജ് എന്ന് പറയാം. PI വാല്യൂവിൽ നമ്മുടെ pH എന്ന് പറയുന്നത് നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ബാക്കി സ്റ്റേറ്റ്മെന്റ് നോക്കി. PHും PI വാല്യൂയും ഈക്വൽ ആകുന്ന സമയത്ത്, അതാണ് ഈ ഒരു പോയിന്റ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യില്ല, അവർ പോസിറ്റീവിലോട്ടോ നെഗറ്റീവിലോട്ടോ മൂവ് ചെയ്യില്ല. ഇലക്ട്രിക് ഫീൽഡ് വരുന്ന സമയത്ത് 0 ചാർജ് ഇല്ലാത്തതുകൊണ്ട് അവർ മൂവ് ചെയ്യില്ല. ഇനി ആസിഡ് എന്ന് പറയുമ്പോൾ PI വാല്യൂവിനേക്കാളും കുറവായിരിക്കും. ബേസ് എന്ന് പറയുന്നത് PI വാല്യൂ ഇതാണ്, ഇതിൽ നിന്നും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലേത് ആൻസർ ചെയ്താൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ? ഇവിടെയും ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓൺലി 22 അമിനോ ആസിഡ്സ് ആർ യൂസ്ഡ് ഇൻ റൈബോസോം മീഡിയേറ്റഡ് പ്രോട്ടീൻ സിന്തസിസ്. റൈബോസോം മീഡിയേറ്റഡ് പ്രോട്ടീൻ സിന്തസിസിൽ 22 അമിനോ ആസിഡ്സ് മാത്രമാണുള്ളത്. ഓൾ അമിനോ ആസിഡ് എക്സിസ്റ്റ് ഇൻ 2 സ്റ്റീരിയോ ഐസോമറിക് ഫോം. അതായത് ഡിയും എല്ലും 2 ഐസോമറിക് ഫോമിലും എല്ലാ അമിനോ ആസിഡ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അമിനോ ആസിഡ്സിന് ഒരു N ടെർമിനൽ, C ടെർമിനസ് ആൻഡ് ഒരു R ഗ്രൂപ്പാണുള്ളത്. There are more than 300 different kinds of amino acid present in the cell. So നമ്മൾ നേരത്തെ ഓൾറെഡി സ്ട്രക്ചർ നമ്മൾ ഒരു ജനറൽ ആയിട്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാം. സ്റ്റേറ്റ്മെന്റ് 3 ശരിയല്ലേ? 300 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ സെല്ലിൽ ഉണ്ടാകുന്നത്. ആൻഡ് അമിനോ ആസിഡിന്റെ ജനറൽ സ്ട്രക്ചർ ആണ്. അവർക്ക് N ടെർമിനൽ, C ടെർമിനൽ, അതുപോലെ ഒരു R ഗ്രൂപ്പും ഉണ്ടായിരിക്കും. അതുപോലെ 22 അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ റൈബോസോം മീഡിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീൻ സിന്തസിസിൽ വരുന്നത്. 22 അമിനോ ആസിഡ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാണ് 22. ഓക്കെ, സോ ഡയറക്ട്ലി നമ്മുടെ റൈബോസോം മീഡിയേറ്റഡ് പ്രോട്ടീൻ സിന്തസിസിൽ വരുന്ന 22 എണ്ണം ഉണ്ട്. അങ്ങനെ 22 എണ്ണം ഏതൊക്കെയാണ് നമുക്കറിയാം. 20 എണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് ജനറ്റിക് കോഡ് പ്രകാരം 20 അമിനോ ആസിഡ്സ് ആണുള്ളത്. 2 എക്സ്ട്രാ കൂടിയുണ്ട്. ഓക്കെ, 2 എണ്ണം എക്സ്ട്രാസ് ഉണ്ട്. അത് സർട്ടൻ ഓർഗാനിസംസിൽ ചില സ്പെസിഫിക് കോഡോൺസും മെക്കാനിസം വഴിയാണ് ജനറേറ്റഡ് ആകുന്നത്. അതിലാണ് സെലീനോസയസിസ്റ്റീനും വരുന്നുണ്ട് ആൻഡ് പൈറോലൈസിനും വരുന്നുണ്ട്. 2 ആൾക്കാരാണ്, 2 അമിനോ ഗ്രൂപ്പ്സ് ആണ്. സെലീനോസിസ്റ്റീനും പൈറോലൈസിനും ഇവരും കൂടി ചേർത്തിട്ടാണ് ആ ഒരു ഓൺലി 22 അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. സോ റൈബോസോം മീഡിയേറ്റഡ് പ്രോട്ടീൻ സിന്തസിസിൽ 22 അമിനോ ആസിഡ് ആണ് ഉള്ളത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചെയ്താൽ എല്ലാ അമിനോ ആസിഡ്സും 2 സ്റ്റീരിയോ ഐസോമറിക് ഫോംസ് കാണിക്കുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതിൽ എക്സെപ്ഷണൽ കേസ് വരുന്ന ഒരാളാണ് ഗ്ലൈസിൻ എന്ന് പറയാം. ബാക്കിയുള്ള അമിനോ ആസിഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു കൈറാൽ ആൽഫ കാർബൺ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് 2 സ്റ്റീരിയോ ഐസോമേഴ്സ് ഡിയും എൽ ഫോംസിലും എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഗ്ലൈസിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തില്ല, ഒരു അക്കൈറൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ ആൽഫ കാർബൺ ആണ് ഉള്ളത്. ഗ്ലൈസിൻ കൈറൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് 2 ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. പ്രോട്ടീൻ റൈബോസോംസ് സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എൽ ഫോമുകളിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. സോ ഇത്രയും പോയിന്റ്സ് ഇവിടെ ഒന്നുകൂടി നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്. സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിനെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആസ്പാർട്ടേറ്റ് ഹാസ് ദി സ്മോളസ്റ്റ് PI വാല്യൂ. Asparagine has the largest PI value. pKa value of side chain is maximum for aspartate. Side chain of isoleucine has the maximum hydrophobic value. ഇതിന്റെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ആസ്പാർട്ടേറ്റിനാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള PI വാല്യൂ ഉള്ളത്. ആസ്പാർട്ടേറ്റും ഗ്ലൂട്ടാമേറ്റും നോക്കിക്കഴിഞ്ഞാൽ, സോ അതവിടെ കൊടുത്തിട്ടുണ്ട്. ആസ്പാർട്ടേറ്റിനും ഗ്ലൂട്ടാമേറ്റിനും PI വാല്യൂ വളരെ കുറവ്. അവർക്ക് രണ്ടുപേരും ആസ്പാർട്ടേറ്റും ഗ്ലൂട്ടാമേറ്റാണ് അസിഡിക് അമിനോ ആസിഡ്സ്. അവർക്കാണ് PI വാല്യൂ ഏറ്റവും കുറവ്. അപ്രോക്സിമേറ്റ്ലി 2.8 തൊട്ട് 3 വരെയാണ് അവരുടെ PI വാല്യൂ വരുന്നത്. ഇനി ആസ്പരാജിൻ, സോ അടുത്ത് ആർജിനിൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ്. അവരുടെ PI വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 10.8 ആണ്. 10.8 അപ്രോക്സിമേറ്റ്ലി 10.8 വരുന്നുണ്ട്. ഇനി ആസ്പാർട്ടേറ്റിന്റെ PI വാല്യൂ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം മാക്സിമം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? തെറ്റാണ്, ഏറ്റവും കുറവാണ്. ഓക്കെ, ആസ്പാർട്ടേറ്റിന് 3.9 ആണ് അതിന്റെ PKa വാല്യൂ എന്ന് അറിയാം. ഏറ്റവും മാക്സിമം PKa വാല്യൂ വരുന്നത് ആർജിനിനാണ് വിത്ത് 12.5 PI വാല്യൂ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് അലാനിൻ. അലാനിനെ കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? pH 1 ആകുന്ന സമയത്ത് ഓവറോൾ ചാർജ് പോസിറ്റീവ് 1 ആയിരിക്കും. ഇതാണ് അലാനിന്റെ സ്ട്രക്ചർ കേട്ടോ. CH3 ഒരു മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കും, അവർക്ക് R ഗ്രൂപ്പായിട്ട് വരും. അതാണ് അലാനിന്റെ ജനറൽ സ്ട്രക്ചർ. ഓക്കെ, സോ pH 1 ആയിരിക്കെ അവരുടെ ഓവറോൾ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് 1 ആയിരിക്കും. pH 1 ആയിരിക്കുന്ന സമയത്ത് അവർ എന്തിലോട്ട് മൂവ് ചെയ്യും, കാത്തോഡിലോട്ട് മൂവ് ചെയ്യുന്നു. ആൻഡ് ഇക്വിമോലാർ മിക്സ്ചർ ഓഫ് D and L അലാനിൻ ഡസ് നോട്ട് റൊട്ടേറ്റ് ദി പ്ലെയിൻ പോളറൈസ്ഡ് സ്റ്റേറ്റ്. ബ്രാഞ്ച്ഡ് സൈഡ് ചെയിൻ ഉണ്ടായിരിക്കും. ബാക്കി ഒരു പോയിന്റ് അറിഞ്ഞുണ്ടെങ്കിലും ഈ ഒരൊറ്റ പോയിന്റിൽ ആൻസർ കിട്ടും. സ്ട്രക്ചർ അറിയാമെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് ബ്രാഞ്ച് സൈഡ് ചെയിൻ. ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സൈഡ് ചെയിൻ ഉണ്ടോ? ഇല്ല, ഇവർക്ക് അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു മീഥൈൽ ഗ്രൂപ്പ് മാത്രമാണുള്ളത്. സോ അതാണ് ആൻസർ. ഇവിടെ നിന്ന് ബാക്കിയുള്ള ചോദ്യങ്ങളോട് പഠിക്കുക. അലാനിനെ കുറിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? അലാനിൻ pH 1 ആയിരിക്കെ അവരുടെ ചാർജ് പോസിറ്റീവ് 1 ആയിരിക്കും, +1 ആയിരിക്കും. ഓക്കെ, +1 ആയതുകൊണ്ട് തന്നെ അവർ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ കാഥോഡിലോട്ട് മൂവ് ചെയ്യും. ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള കാഥോഡിലോട്ട് അവർ മൂവ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഒരു ഇക്വിമോളാർ മിക്സ്ചർ D and L അലാനിന്റെ ഒരു ഇക്വിമോളാർ മിക്സ്ചറിൽ എന്ത് ചെയ്യില്ല, ഇവർ പ്ലെയിൻ പോളറൈസ്ഡ് സ്റ്റേറ്റിൽ ഇവർ റൊട്ടേറ്റ് ചെയ്യില്ല. ഇത്രയും ക്ലിയർ അല്ലേ? 5 ചോദ്യങ്ങൾ സിമ്പിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ആയിട്ട് നമുക്ക് 7th ചോദ്യത്തിലോട്ട് പോകാം. വാട്ട് ഈസ് ദ നെറ്റ് ചാർജ്, പോസിറ്റീവ്, 0 ഓർ നെഗറ്റീവ് ഓഫ് ദ അമിനോ ആസിഡ്സ് ഗ്ലൂട്ടാമിൻ ആൻഡ് ആർജിനിൻ ആൻഡ് pH 10.76. അപ്പോൾ pH 10.76
ഗ്ലൂട്ടാമിൻ്റെയും ആർജിനിൻ്റെയും നെറ്റ് ചാർജ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ pKa വാല്യൂസ് അറിഞ്ഞിരിക്കണം. സോ നമുക്ക് ഈ ഒരു ഫിഗർ അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഗ്ലൂട്ടാമിൻ്റെ pKa വാല്യൂ എന്ന് പറയുന്നത് കാർബോക്സിൽ ഗ്രൂപ്പിൻ്റെത് 2.17ഉം 9.13 ആണ് എൻ്റെ അമിനോ ഗ്രൂപ്പിൻ്റെ pKa വാല്യൂ എന്ന് പറയാം. അവർക്ക് RH പോസിറ്റീവ് മീൻസ് RH വാല്യൂസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 10.76 എന്ന് പറയുന്ന ഒരു pH. ഓക്കെ, ഗ്ലൂട്ടാമിൻ അവർ അൺചാർജ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്നത് അൺചാർജ്ഡ് ആയിട്ടുള്ള ഒരു പോളാർ കോമ്പൗണ്ടാണ്. സോ അവരുടെ pH 10.76 മൂവ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചാർജിലോട്ട് പോകും? അവർ ബേസിക് ആയിട്ട് മാറുന്നു. സോ ബേസിക് ആവുക എന്ന് പറയുമ്പോൾ അവരുടെ pH വാല്യൂ PA വാല്യൂവിനെക്കാളും കൂടുന്നു. ദെയർ ബൈ അവർ അറ്റൈൻ ചെയ്യുന്നത് -1 ആണ്. അങ്ങനെ നെറ്റ് ചാർജ് -1 എത്തുന്നു. സോ ഗ്ലൂട്ടാമിൻ്റെ pH 10.76 ആകുന്ന സമയത്ത് അവർ നെറ്റ് ചാർജ് -1 ആകുന്നു. സോ ഈ ഇത്രയും കോൺസെപ്റ്റ്, ഈ നമ്പേഴ്സ് അറിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, കോൺസെപ്റ്റ് ഇത്ര ഓർത്താൽ മതി. ഗ്ലൂട്ടാമിൻ അൺചാർജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ എന്താ പറയുക 10.76 എന്ന് പറയുന്ന ഹൈ pH വാല്യൂലോട്ട് പോകുന്ന സമയത്ത് അവർ എന്തിലോട്ട് പോകുന്നു? ബേസിക് നേച്ചറിലോട്ടാണ് പോകുന്നത്. സോ അവരുടെ ചാർജ് 0യിൽ നിന്ന് -1 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആർജിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു പോയിന്റ് അറിഞ്ഞിരിക്കണം. ഇവർക്ക് എന്താ പറയുക 2.17 ആൻഡ് 9.06 ആണ് pKa വാല്യൂസ് ഓഫ് കാർബോക്സിലിൻ ആൻഡ് അമിനോ ഗ്രൂപ്പ്. ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് pKr വാല്യൂ ഉണ്ട് 12.48 എന്ന് പറയുന്നത്. സോ ഇതിൽ കാർബോക്സിൽ ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും ഡീപ്രോട്ടനേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്വാനിഡിനോ ഗ്രൂപ്പ് എന്തായിട്ട് മാറും? പ്രോട്ടനേറ്റഡ് ആയിട്ട് മാറും, RH പോസിറ്റീവ് ആയിട്ട് മാറും. സോ ഇവിടെ രണ്ട് ചാർജസും സൈമൾട്ടേനിയസ്ലി ഒരു 10.76 എന്ന് പറയുന്ന ഒരു pH എത്തുമ്പോൾ ഉണ്ടാകുന്നത് കൊണ്ട് ഇവരുടെ ചാർജസ് ക്യാൻസൽ ചെയ്യുകയും അവർ ഏത് ചാർജിലോട്ട് പോവുകയും ചെയ്യുന്നു? ഒരു 0 ചാർജിലോട്ട് പോവുകയും ചെയ്യുന്നു. സോ അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ 7th ആൻസർ ഓപ്ഷൻ എ, നെഗറ്റീവ് ചാർജ്. ഗ്ലൂട്ടാമേറ്റ് 10.76 pHൽ നെഗറ്റീവ് ചാർജും അർജിനിൻ എന്ന് പറയുന്നത് നെറ്റ് 0 ചാർജിലോട്ടും എത്തും. സോ ഈ ഒരു ടാബ്ലർ കോളം ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പറ്റിയാൽ നല്ലതാണ്, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി 6th ചോദ്യത്തിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് ഇഫ് ആഡഡ് ടു ആൻ ആസിഡിക് സൊല്യൂഷൻ വിൽ ഹാവ് ബഫർ ആക്ഷൻ ഓൺ സൊല്യൂഷൻ അറ്റ് ദ ഫിസിയോളജിക്കൽ pH? സോ താഴെ തന്നിരിക്കുന്ന ഏത് അമിനോ ആസിഡ് നമ്മളൊരു ആസിഡിക് സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്താൽ നമ്മുടെ ഫിസിയോളജിക്കൽ pHലുള്ള ബഫർ ആക്ഷൻ കാണിക്കുന്നു എന്ന് ചോദിച്ചതാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ ഏതാണ്? ഹിസ്റ്റഡിനാണ്. ഹിസ്റ്റഡിനാണ് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ആസിഡിക് സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിസിയോളജിക്കൽ pHലുള്ള ആ ഒരു ബഫർ ആക്ഷൻ അവർ കാണിക്കുന്നു, ഹിസ്റ്റഡിൻ. ഓക്കെ, 8th ചോദ്യം. The C-terminal carboxylic group and N-terminal amino group in amino acids have a dissociation constant. pKa വാല്യൂ തന്നിട്ടുണ്ട് 2.2, 9.2 ആണ് അമിനോ ആസിഡിൻ്റെ N-terminalൻ്റെയും C-terminalൻ്റെയും pKa വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി തന്നിട്ടുള്ള എന്താണ്? pK ഓഫ് സൈഡ് ചെയിൻ കാർബോക്സിലിക് ഗ്രൂപ്പ് ഇൻ ഗ്ലൂട്ടാമിക് ആസിഡ്. ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ സൈഡ് ചെയിൻ്റെ വാല്യൂ 4.2 ആണ് ആൻഡ് അമിനോ ഗ്രൂപ്പിൻ്റെത് 10.2 ആണെങ്കിൽ അവർ ഐസോഇലക്ട്രിക് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഫോർമുല സിമ്പിളാണ്. ഐസോഇലക്ട്രിക്. സോ PA വാല്യൂവിനുള്ള ഫോർമുലയാണ് pKa1 + pKa2/2. സോ ഇതിൽ pKa1 എന്ന് പറയുന്നത് അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും രണ്ടാമത്തെ pKa2 എന്ന് പറയുന്നത് അതിൻ്റെ സൈഡ് ചെയിൻ്റെ pKa വാല്യൂ ആണ്. സോ ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെ നോക്കുകയാണെങ്കിൽ pKa1 തന്നിട്ടുണ്ട്, അത് 2.2 ആണ് ആൻഡ് A2 തന്നിട്ടുണ്ട്, അതായത് 4.2 ആണ്. സോ ഇവിടെ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2.2 + 4.2/2 വിച്ച് ഗീവ്സ് 6.4/2 എന്ന് പറയുമ്പോൾ 3.2 ആണ് അവിടെ കിട്ടുക. ഇനി ലൈസിൻ്റെ കേസ് വരുന്ന സമയത്ത് അവിടുത്തെ ഐസോഇലക്ട്രിക് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് 9.2 തന്നിട്ടുണ്ട് pKa വാല്യൂ ആൻഡ് രണ്ടാമത്തെ pKa വാല്യൂ 10.2. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 19.4/2 ചെയ്യുന്ന സമയത്ത് 9.7 വരും. സോ ഇതിൻ്റെ ഡിഫറൻസ് അല്ല ചോദിച്ചിട്ടുള്ളത്, ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്കുന്നു. 9.7/3.2 ചെയ്യുന്ന സമയത്ത് 6.5. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. സോ സിമ്പിളാണ്, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ 9th ചോദ്യത്തിലോട്ട് പോകാം. വിച്ച് പെയർ ഓഫ് അമിനോ ആസിഡ്സ് വിൽ ഹാവ് ദ ഹയസ്റ്റ് അബ്സോർബൻസ് അറ്റ് 280 നാനോമീറ്റർ? സോ 280 നാനോമീറ്ററിൽ ഹയസ്റ്റ് അബ്സോർബൻസ് വരുന്നത് ട്രിപ്റ്റോഫാനും തൈറോസിനുമാണ്. ഓക്കെ, ട്രിപ്റ്റോഫാനും തൈറോസിനുമാണ് 280 നാനോമീറ്ററിൽ എന്ത് വരുന്നത്? ഹയസ്റ്റ് അബ്സോർബൻസ് കാണിക്കുന്ന രണ്ട് അമിനോ ആസിഡ്സ്. ആൻഡ് അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ്സ് ഹാസ് എ നോൺ പോളാർ ആൻഡ് ആലിഫാറ്റിക് ആർ ഗ്രൂപ്പ്? നോൺ പോളാർ ആയിട്ടുള്ളതും ആലിഫാറ്റിക് ആർ ഗ്രൂപ്പ് വരുന്നതും ലൂസീനാണ്. സോ ഇത്രയും കൂടെ അറിഞ്ഞിരിക്കാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഡിസ്കഷൻ ഉൾപ്പെടെ പറഞ്ഞു പോയിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.